ബിഗ് ബോസ് സീസൺ 6-ന്റെ ഫൈനൽ 5-ൽ എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പേര് ഒരുപക്ഷെ ജിൻഡോയുടെ തന്നെയായിരിക്കും. ജിൻഡോയെ ആ വീടിനകത്തുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ എതിർത്തിട്ടും അവരോടെല്ലാം മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ജിൻഡോയെ ഫൈനൽ 5-ലേക്ക് ഞാൻ ആദ്യത്തെ പേരായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നത്. ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് ഗെയിം എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് പബ്ലിക്കിനിടയിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണ ജിൻഡോയ്ക്കുണ്ട്. ഒരുപക്ഷെ പല മത്സരാർത്ഥികളും ജിൻഡോയോടുള്ള വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പുറത്ത് പല കാര്യങ്ങളും വിളിച്ചു പറയുകയും പല രീതിയിൽ കളിക്കുകയും ചെയ്യുമ്പോൾ അവർ ഇതൊരു ഗെയിമാണെന്നും ഇത് നമുക്ക് ചുറ്റും ക്യാമറയുണ്ട് എന്ന കാര്യം പോലും മറന്നിട്ട് അവർ പല രീതിയിൽ കളിക്കുമ്പോൾ ജിൻഡോ കൃത്യമായിട്ട് ഇത് ഗെയിമാണെന്നും ഒരു ഗെയിം ഷോ ആണെന്നും പബ്ലിക്ക് കാണുന്ന ഷോ ആണെന്നും താൻ ഇവിടെ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നും കൃത്യമായ ധാരണയോടുകൂടെ തനിക്ക് ചുറ്റും ക്യാമറകളുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. ജിൻഡോ പല ദിവസങ്ങളിലും ഓരോ സ്ട്രാറ്റജി പോലെ ജിൻഡോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ കൃത്യമായിട്ട് പബ്ലിക്കിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ലൈവിൽ കണ്ടൊരു കാഴ്ച ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള വഴക്കാണ്. പതിവ് വഴക്കാണ്, വ്യക്തമായ കാര്യങ്ങളൊന്നുമില്ല. അതും ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കാണ്. വീട്ടുകാരെ പറഞ്ഞു തുടങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജിൻഡോയെയും ഗബ്രിയെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. രണ്ടുപേരെയും വിളിച്ചിട്ട് കൃത്യമായിട്ട് ഉപദേശം കൊടുത്തിട്ട് ആണ് ബിഗ് ബോസ് അവിടെ നിന്ന് വിട്ടത്. ഇത് കുട്ടിക്കളിയല്ല, ഇതൊരു ഗെയിം ഷോ ആണ്. എത്ര തവണയാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ബോധമില്ലേ എന്ന രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വിട്ടു. പുറത്തേക്ക് വന്ന രണ്ടുപേരും ജിൻഡോ ഋഷിയുടെ അടുത്തും ഗബ്രി 3 വനിതാ കോണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴുമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ജിൻഡോ മണ്ടനാണെന്നും ജിൻഡോ കോഴിയാണെന്നും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരം പല്ലവിയാണ് ഗബ്രി ഇത്തവണയും തൻ്റെ സഹ മത്സരാർത്ഥികളുടെ മുന്നിൽ വിളമ്പുന്നത്. ജിൻഡോ ജിമ്മ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഗബ്രി പറഞ്ഞ കാര്യങ്ങളും ജിമ്മിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനെ പറഞ്ഞ് ജിമ്മുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ജിൻഡോ ഋഷിയോട് പറയുന്നത്. ജിൻഡോ പറഞ്ഞ് സംസാരിച്ച് പോയതിന് ശേഷം ഋഷിയുടെ അടുത്ത് പലരും വന്നിട്ട് നീ കരുതിയിരുന്നോ, ഏത് സമയത്താണ് പുള്ളിയുടെ സ്വഭാവം കാണിക്കുന്നത് പറയാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ ഋഷിക്കും കൊടുക്കണം. അതായത് കൃത്യമായിട്ട് ജിൻഡോയ്ക്കെതിരെ ഒരു ഗ്യാങ് അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ജിൻഡോയെ ഒറ്റപ്പെടുത്തി ജിൻഡോയെ ഒതുക്കി നിർത്തി മത്സരം മുന്നോട്ട് പോവുക എന്നതാണ് ബാക്കി എല്ലാവരുടെയും തീരുമാനം. ആ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അവർ നടത്തുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ് ജിൻഡോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ